കഴിഞ്ഞ തവണ ശബ്ദവും കവിതയുമൊക്കെ ആയിട്ടാണ് വരവെങ്കിൽ ഇത്തവണ ഒരു കഥയായിട്ടാണ് വരവ്. വിറകിന് വാങ്ങിയ കൂട്ടത്തിൽ കിട്ടിയ ചില ചെറിയ കഷ്ണങ്ങളെ കണ്ടപ്പോൾ മുൻപെപ്പോഴോ മകൻ ആവശ്യപ്പെട്ടൊരു വീടിനെക്കുറിച്ച് ഓർത്തു. ആ വീടാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഈ കളിപ്പാട്ടങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഒരു വീട് കൂടി വേണമെന്ന് അവന് ഒരാഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. അതിൻ്റെ കാരണം നമ്മൾ ഈ വാടക വീട്ടിൽ ഇങ്ങനെ മാറി മാറി താമസിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നൊരു സങ്കല്പം അവനെ അലട്ടുന്നുണ്ടാവാം. പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കടകളിലൊക്കെ കയറുമ്പോൾ എന്ത് ചെയ്യും, അന്വേഷിക്കും. പക്ഷെ വലിയ വിലയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വീടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കണ്ടു. പല ബ്ലോക്കുകളായിട്ട് വീടുകളും വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന അത്ഭുതങ്ങളും ഒക്കെ ഞാൻ എന്ത് ചെയ്തു, കണ്ടു. പക്ഷേ വില കുറച്ച് കൂടുതലായതുകൊണ്ട് വിലയെക്കുറിച്ച് നമ്മളിങ്ങനെ കൂടുതൽ നേരം ചിന്തിച്ചപ്പോൾ ആ ചിന്തകളിങ്ങനെ വഴിമാറി പിന്നെ വാങ്ങാനായിട്ട് ഒന്നും സാധിച്ചിരുന്നില്ല. അതിലും വലിയ ആവശ്യങ്ങൾ വേറെ ഉണ്ട് എന്ന് ഓർത്ത് സമാധാനിക്കുകയാണ് ചെയ്തത്. ആ ആവശ്യങ്ങളുടെ പുറകെ പോയപ്പോൾ വീടെന്ത് ചെയ്തു, മറന്നു. അങ്ങനെ ഒരു ഒഴിവ് ദിവസം ആണ് ഈ പാഴ്മരങ്ങൾ ഇങ്ങനെ വിറകിൻ്റെ കൂട്ടത്തിൽ കണ്ടു കിട്ടുന്നത്. അതൊരു അത്ഭുതമായി, കൗതുകമായി മനസ്സിലിങ്ങനെ കയറിക്കൂടി. ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അച്ഛൻ്റെ അച്ഛൻ മരപ്പണിക്കാരനായതുകൊണ്ട് കൈമാറി കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ പൊടി തട്ടിയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പശയും ആണിയൊക്കെ എന്ത് ചെയ്തു, വാങ്ങിച്ചു. ഒരു ഒഴിവ് ദിവസം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ആ മരങ്ങളും മരക്കഷ്ണങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒരു ചങ്ങാത്തം കൂടലും ഒക്കെ ആയിട്ട് ആ ചങ്ങാത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു വീട് നിർമ്മിക്കപ്പെട്ടത്. ആ വീടിൻ്റെ നിർമ്മാണം അവനെയും എല്ലാവരെയും എന്ത് ചെയ്തു, ഒരുപാട് സന്തോഷിപ്പിച്ചു. പിന്നെ ഒരെണ്ണം കൂടി എന്ത് ചെയ്തു, നിർമ്മിക്കേണ്ടി വന്നു. ആ കഥ വേറൊന്ന്. പക്ഷേ ഇതിൽ കാണുന്ന വീട് അവന് ഏറ്റവും അധികം സന്തോഷം നൽകിയ കളിപ്പാട്ടങ്ങളിലൊന്നാണ് എന്ന് ഓർക്കുമ്പോൾ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ കുട്ടികളെങ്ങനെയാണ് ഇത്തരം കളിപ്പാട്ടങ്ങളോടുള്ള ഒരു ബന്ധം അടയാളപ്പെടുത്തുന്നതെന്ന് ഓർത്തപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ പ്രകൃതി നമ്മളുടെ ഭാഗമായിട്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്നതിൻ്റെ അനുഭവം പങ്കുവയ്ക്കുക എന്നതുകൂടി ഇതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.